ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പരാബോളയുടെ ഡെഫിനിഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ഇക്വേഷൻസ് അതിനെ ബേസ് ചെയ്ത് 2 പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. എന്നാൽ ഇനി പരാബോള ബേസ് ചെയ്ത് കുറച്ച് കൂടുതൽ പ്രോബ്ലം ചെയ്യാം. നോക്കി, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ്, axis of the parabola, equation to the directrix, and length of latus rectum of the following parabolas. എന്തെല്ലാം കാണണം നമ്മൾ? കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ്, ആക്സിസ് ഓഫ് ദ പരാബോള, ഇക്വേഷൻ ടു ദ ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ഈ 4 കാര്യങ്ങളാണ് നമ്മളോട് കാണാൻ പോകുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് y² = 12x y² = -8x ആയിരുന്നു. അത് രണ്ടും ഫോക്കസ് ഓൺ എക്സ് ആക്സിസ് ആയിരുന്നു. ഒന്ന് പോസിറ്റീവ് എക്സ് ആക്സും മറ്റൊന്ന് നെഗറ്റീവ് എക്സ് ആക്സും. എങ്കിലും ഇനി ഫോക്കസ് ഓൺ വൈ ആക്സിസ് വരുന്നത് തരാം. x² = 16y. ഇത് x² = 4ay എന്ന ഫോമാണ്. എന്താണ് x² = 4ab എന്ന പരാബോളയുടെ പ്രത്യേകത? ഇറ്റ് ഈസ് എ പരാബോള ഓപ്പൺ അപ്വാർഡ്സ്, ഫോക്കസ് 0a, ഡയറക്ട്രിക്സ് y = -. അപ്പോൾ ഈ ഡയഗ്രം നമ്മൾ മനസ്സിൽ വരണം. x² = 4ab എന്ന് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരണം. എങ്കിൽ അത് വെച്ച് നമുക്ക് പറയാം 4a = 16, a = 4. a കിട്ടിക്കഴിഞ്ഞാൽ പരാബോളയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. എന്തെല്ലാം പറയാം? ഫോക്കസ് 0a, that is 0, 4. Axis is along y axis. Equation to the directrix, y is equal to -a, that is y is equal to -4. Length of latus rectum 4a. What is 4a? 16. ഒരെണ്ണം കൂടെ ചെയ്യാം നമുക്ക്. നേരെ താഴേക്ക് വരുന്ന പരാബോള x² = -9y. x² = -9y. That is x² = -4ay. That's a parabola open downwards. Then its focus is 0 -a and directrix y is equal to a. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരണം. എന്നാൽ നമുക്ക് ബാക്കി എഴുതി തുടങ്ങാം. 4a = 9. That means a is equal to 9/4. എങ്കിൽ പറ ബാക്കി കാര്യങ്ങളൊക്കെ. ഫോക്കസ് 0 -a, 0 - 9/4. Axis is along y axis. Equation to the directrix y is equal to a, അഥവാ y is equal to 9/4. വേണമെങ്കിൽ അതിനെ ഇനി മാറ്റിയെഴുതാനാവും. ഈ 4 അപ്പുറത്തേക്ക് എടുത്തിട്ട് 4y is equal to 9 എന്നൊക്കെ പറയാം. അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇവിടെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരെണ്ണം കൂടെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, length of latus rectum 4a. What is 4a? That is equal to 9.
അപ്പോൾ നോക്കണം, പരാബോള മുകളിലേക്കാവുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. അപ്പോൾ ഫോക്കസ് 0a, ഡയറക്ട്രിക്സ് y ഈസ് ഈക്വൽ ടു -a. എയുടെ വാല്യൂ കിട്ടിയാൽ അതെല്ലാം നമുക്ക് കണ്ടെത്താം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay എന്ന രൂപത്തിലാണ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -9y. ദാറ്റ്സ് എ പരാബോള ഓപ്പൺ ഡൗൺവാർഡ്സ്. ദെൻ ഫോക്കസ് 0 -a, ഡയറക്ട്രിക്സ് y ഈസ് ഈക്വൽ ടു a കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ? പരാബോളയുടെ ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് ഫോക്കസ്, ആക്സിസ്, ഡയറക്ട്രിക്സ് എല്ലാം കണ്ടെത്താൻ. ഇനി നേരെ തിരിച്ച് ഇതിലേതെങ്കിലുമൊക്കെ തരും, ഫോക്കസോ ഡയറക്ട്രിക്സോ ആക്സിസോ ഒക്കെ തരും. അത് വെച്ച് പരാബോളയുടെ ഇക്വേഷൻ കാണും. പരാബോളയുടെ 4 ടൈപ്പ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത്. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax, y സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ax, x സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay, x സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. അതിൽ ഏത് ഫോർമുലയൊക്കെയാണ് നമ്മളുടെ പരാബോള വരുന്നതെന്ന് മനസ്സിലാക്കുക. എയുടെ വാല്യൂ കണ്ടെത്തുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള that satisfies the given conditions. ഇനി പറയുന്ന കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പരാബോളയുടെ ഇക്വേഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫോക്കസ് 6 0, ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -6. കുട്ടികളെ, ഫോക്കസ് 6 0 എന്ന് പറയുന്നതോടുകൂടി നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇറ്റ് ഈസ് എ പരാബോള ഓപ്പൺ ടു ദ റൈറ്റ് സൈഡ്, വലത്തോട്ടുള്ള പരാബോളയാണ്. എങ്കിൽ ആ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax. ഇതിൽ നമുക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയണം. അതിന് നമുക്ക് ഫോക്കസ് 6 0 എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ പരാബോളയുടെ ഫോക്കസ്? a0. a0 ഈസ് ഈക്വൽ ടു 6 0. ദാറ്റ് മീൻസ് a ഈക്വൽ ടു 6. എങ്കിൽ ആ a ഈക്വൽ ടു 6 ഇവിടെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 6x, y സ്ക്വയർ ഈസ് ഈക്വൽ ടു 24x. അപ്പോൾ ഒന്ന് പറഞ്ഞ്, ഫോക്കസ് 6 0, പരാബോള ഓപ്പൺ ടു ദ റൈറ്റ് സൈഡ്. a0 ഈക്വൽ ടു 6 0, a ഈക്വൽ ടു 6. വലത്തോട്ടുള്ള പരാബോള ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax. അതിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറായി. ക്ലിയർ അല്ലേ? എങ്കിൽ ഇതുപോലെ അടുത്ത് കണ്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫോക്കസ് 0 -3, ഡയറക്ട്രിക്സ് y ഈസ് ഈക്വൽ ടു 3. നോക്ക്, ഫോക്കസ് 0 -3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പരാബോള ഓപ്പൺ ഡൗൺവാർഡ്സ്. അപ്പോഴല്ലേ ഫോക്കസ് 0 -3 ആവുക. എന്നാൽ ശരി, അപ്പോൾ ഫോക്കസ് 0 - a ഈക്വൽ ടു 0 -3, അഥവാ a ഈസ് ഈക്വൽ ടു 3. എയുടെ വാല്യൂ കിട്ടിയാൽ പരാബോളയുടെ ഇക്വേഷൻ കിട്ടും. താഴേക്ക് തുറന്നിരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ടു ദ പരാബോള ഈസ് x സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. x സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ് ഏഴിലെടുത്ത് 3 കൊടുത്താൽ x സ്ക്വയർ ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു 3 -12y. മനസ്സിലായോ? അപ്പോൾ പരാബോളയുടെ ഇക്വേഷൻ കാണുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, എയുടെ വാല്യൂ കൃത്യമായി കണ്ടെത്തണം. 2, പരാബോളയുടെ ഫോർമുല മാറിപ്പോകരുത്. വലത്തോട്ടാവുമ്പോൾ y സ്ക്വയർ ഈക്വൽ 4x, ഇടത്തോട്ടാവുമ്പോൾ y സ്ക്വയർ ഈക്വൽ -4x, മുകളിലേക്കാവുമ്പോൾ x സ്ക്വയർ ഈക്വൽ 4ay, ഇതുപോലെ താഴേക്കാവുമ്പോൾ x സ്ക്വയർ ഈസ് ഈക്വൽ ടു -4ay. ആ ഫോർമുലയിൽ എയുടെ വാല്യൂ കൊടുത്താൽ പരാബോളയുടെ ഇക്വേഷനായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫോക്കസ് -20, വെർട്ടെക്സ് 0 0,
ഫോക്കസ് -2 0 വെർട്ടെക്സ് 0 0. എങ്ങനെയായിരിക്കും ഈ പരാബോള? വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ, ഫോക്കസ് -2 0, ഓപ്പൺ ടു ദ ലെഫ്റ്റ് സൈഡ്, open to the left side, focus -a0, that is -2 0, that means a is equal to 2. Equation to the parabola is y square is equal to -4ax, അതിൽ എക്ക് വാല്യൂ കൊടുക്കുക 2 എന്ന്, -4 into 2x, that means y square is equal to -8x. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? ഓക്കെ. ഇതുപോലെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. വെർട്ടെക്സ് 0 0, പാസിംഗ് ത്രൂ 2 3 and axis is along x-axis. Axis is along x-axis. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പരാബോളയുടെ ഇക്വേഷൻ വെർട്ടെക്സ് ഒറിജിനിലാണ്. നമ്മൾ പഠിക്കുന്ന എല്ലാ പരാബോളയുടെ വെർട്ടെക്സ് ഒറിജിനിലാണ്. പാസിംഗ് ത്രൂ 2 3, ആക്സിസ് ഈസ് അലോങ് x-axis. കുട്ടികളെ, ആക്സിസ് ഈസ് അലോങ് x-axis എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പരാബോള വലത്തോട്ടാണ് അല്ലെങ്കിൽ ഇടത്തോട്ടാണ്. ഇവിടെ നമുക്ക് തറപ്പിച്ച് പറയാം പരാബോള ഓപ്പൺ ടു ദ റൈറ്റ് സൈഡ് ആണ്. എന്തുകൊണ്ട്? എങ്കിൽ മാത്രമേ അത് 2 3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യൂ. ഇടത്തോട്ട് തിരിഞ്ഞു നിന്നാൽ 2 3 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യില്ല. അതുകൊണ്ട് ആക്സിസ് ഈസ് അലോങ് x-axis, പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 3 എന്ന് പറയുമ്പോൾ ഓപ്പൺ ടു ദ റൈറ്റ് സൈഡ് ആയിരിക്കണം. എങ്കിൽ ആ പരാബോളയുടെ ഫോക്കസ് a0 അല്ലേ? നമുക്ക് ഇങ്ങനെയുള്ള പരാബോളയുടെ ഇക്വേഷൻ നമുക്കറിയാം. ആൻസർ എഴുതുകയാണ്. ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് y square is equal to 4ax. അതിൽ എയുടെ വാല്യൂ കൊണ്ടു കൊടുക്കണം. ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഫോക്കസ് നേരിട്ട് തന്നിരുന്നു. ഫോക്കസിൽ നിന്ന് എയുടെ വാല്യൂ നമുക്ക് നേരിട്ട് കണ്ടെത്താമായിരുന്നു. ഇവിടെ ഫോക്കസ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെന്താ വഴി? ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. 2 3 ഈസ് എ പോയിന്റ് ഓൺ ദ പരാബോള. ആ പരാബോളയിലെ പോയിന്റാണ് 2 3. എങ്കിൽ എക്സിന് 2 എന്നും വൈക്ക് 3 എന്നും കൊടുക്കാം. ഞാൻ കൊടുത്തിരുന്ന് പറഞ്ഞ് 3 സ്ക്വയർ 9, 4a into 2, that means 4a is equal to 9/2. കുട്ടികളെ, ഈ കാണുന്ന ഇക്വേഷനിൽ 4a എന്നുള്ളിടത്ത് 9/2 എന്നൊന്ന് കൊടുത്തിട്ട് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 1, y square is equal to 4ax, 4a is 9/2x. ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് ദ പരാബോള. 4a സ്ഥാനത്ത് 9/2 എന്ന് കൊടുത്താൽ മതി. വേണമെങ്കിൽ അതിന് ഒന്നുകൂടെ മാറ്റി പറയാം. ആ 2 ഇങ്ങോട്ട് എടുത്തിട്ട് പറയാം 2y square is equal to 9x. ഇനി അങ്ങനെ കണ്ടാൽ അത് ഞങ്ങൾ പഠിച്ച പരാബോള അല്ല എന്നൊന്നും പറയണ്ട. y square equal to 4ax, 4a എപ്പോഴും ഇൻറ്റിജറായിട്ട് തന്നെ വരണമെന്നില്ല. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ആ 2 അങ്ങോട്ട് മാറ്റിയിട്ട് 2y square equal to 9x എന്ന് എഴുതാനാണ് കുറച്ചുകൂടെ വൃത്തി. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, എയുടെ വാല്യൂ ഫോക്കസിൽ നിന്ന് നേരിട്ട് കിട്ടില്ല. ഇവിടെ ഫോക്കസ് തന്നിട്ടില്ല, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ അല്ലെങ്കിൽ 4aയുടെ വാല്യൂ കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 1 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ശരി. ക്വസ്റ്റ്യൻ നമ്പർ 5, വെർട്ടെക്സ് 0 0, passing through 5 2, passing through 5 2, and symmetric with respect to y-axis, symmetric with respect to y-axis. വെർട്ടെക്സ് അറ്റ് ഒറിജിൻ അത് വിടുക, നമ്മൾ പറയുന്നതിനൊക്കെ വെർട്ടെക്സ് ഒറിജിനിലാണ്. 5 2 പാസ് ചെയ്യുന്നുണ്ട്, ഫോക്കസ് നേരിട്ട് തന്നിട്ടില്ല. സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്,
എന്താ അത് മീൻ ചെയ്യുന്നത്? നമ്മളുടെ പരാബോള ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ? വൈ ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കണം. വൈ ആക്സിസിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് വൈ ആക്സിസ് എന്ന് പറയുക. അങ്ങനെ സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് വൈ ആക്സിസ് ആവണമെങ്കിൽ ഒന്നുകിൽ പരാബോള മുകളിലേക്കായിരിക്കണം, അല്ലെങ്കിൽ പരാബോള താഴേക്കായിരിക്കണം. അപ്പോൾ സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് എക്സ് ആക്സിസ് ആയാലോ ഓപ്പൺ ടു ദ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. ഇവിടെ പറഞ്ഞ സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് വൈ ആക്സിസ്. വൈ ആക്സിസിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരുപോലെയാണ്. പിന്നെ ഞാൻ മുകളിലേക്ക് തന്നെ വരക്കാൻ കാരണം നമ്മളുടെ പരാബോള 5-2 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡൗൺവേർഡ് പരാബോള ആയാൽ 5-2 പാസ് ചെയ്യില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ പരാബോള ഓപ്പൺ അപ്വാർഡ്സ്. എങ്കിൽ ആൻസർ ആയിട്ട് പറയാം, ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay. ആ പരാബോളയിലെ ഒരു പോയിന്റാണ് 5-2. എക്സ് ഉള്ളിടത്ത് 5 എന്നും വൈ ഉള്ളിടത്ത് 2 എന്നും കൊടുത്താൽ 25 ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു 2. ദാറ്റ് മീൻസ് 4a ഈസ് ഈക്വൽ ടു 25/2. അത് നമ്മളുടെ ഇക്വേഷനിലോട് കൊണ്ടുകൊടുത്തേ. Equation of the parabola is x square is equal to 25/2y. Substituting in equation number 1. ആ 2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 2x square is equal to 25y. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് മീൻസ് പരാബോള ഐദർ ഓപ്പൺ അപ്വാർഡ്സ് ഓർ ഡൗൺവാർഡ്സ്. സിമിലർലി സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് മീൻ ഓപ്പൺ ടു ദ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. അതിനനുസരിച്ച് നമുക്കതിൻ്റെ ഇക്വേഷൻ തീരുമാനിക്കാം. ഇവിടെ ഒന്നുകിൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ay, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. അത് 4ay എന്ന് എടുക്കാൻ കാരണം ഇത് 5-2 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരാബോള ഓപ്പൺ അപ്വാർഡ്സ് ആയിരിക്കണം. എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay ആണ്. ഇതൊക്കെയാണ് NCERT ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനുകൾ. ഇതൊക്കെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇനി വേണമെങ്കിൽ NCERT ടെക്സ്റ്റിലുള്ള ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. If a parabolic reflector is 20 centimeter in diameter, 20 centimeter in diameter and 5 centimeter deep, find the focus. Find the focus. ഒരു പരാബോളിക് റിഫ്ലക്ടർ, അതിൻ്റെ ഡയമീറ്റർ 20 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ ഡെപ്ത് 5 സെൻറ്റിമീറ്ററാണ്. എങ്കിൽ അതിൻ്റെ ഫോക്കസ് കാണും. അല്ല, ഇവിടെ പരാബോള ഇടത്തോട്ടോ വലത്തോട്ടോ മുകളിലേക്കോ താഴേക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എടുക്കാം. നിങ്ങൾ എങ്ങോട്ടെടുത്തോ അതിൻ്റെ ഫോക്കസ് നിങ്ങൾ കാണണം. ഓക്കെ, നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആവുക എപ്പോഴും പരാബോള വലത്തോട്ടാണ് അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പരാബോളയാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. എങ്കിൽ ഞാൻ ഈ വരച്ച പരാബോളയുടെ ഫോക്കസാണ് എനിക്ക് കാണേണ്ടത്. നോക്ക്, ഇതിൻ്റെ ഡയമീറ്റർ 20 സെൻറ്റിമീറ്ററാണ്. ഡയമീറ്റർ AB. ഈ AB-യുടെ ലെങ്ത്ത് 20 സെൻറ്റിമീറ്ററാണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഡെപ്ത് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നോക്കിയേ, 5 സെൻറ്റിമീറ്റർ ഡീപ്പ് എന്ന് പറയുമ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് ടോട്ടൽ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ. എങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് 5, 10 എന്ന് പറയാം. പരാബോളയുടെ ഡെപ്ത് 5 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ്, എയുടെ എക്സ് കോർഡിനേറ്റ് 5 ആണ്. ഇത് ടോട്ടൽ 20 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും എയുടെ വൈ കോർഡിനേറ്റ്, അത് 10 ആണ്. എന്ന് വെച്ചാൽ എ എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് 5, 10 എന്നാണ്. ഈ പറയുന്ന 5, 10 എന്ന് പറയുന്ന പോയിന്റ് ഈസ് എ പോയിന്റ് ഓൺ ദ പരാബോള y square equal to 4ax.
എങ്കിൽ അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എക്സ് ഉള്ളടുത്ത് 5, വൈ ഉള്ളടുത്ത് 10. 10 സ്ക്വയർ 100 ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു 5. That means 100 is equal to 20a. A is equal to 100 by 20. That is 5. ഇങ്ങനെ വലത്തോട് തിരിഞ്ഞിരിക്കുന്ന പരാബോളയാണ് ഞാൻ വരച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഫോക്കസ് A0. That is 50. ഫോക്കസ് കാണാനല്ലേ നമ്മളോട് പറഞ്ഞ്, അത് നമ്മൾ കണ്ടെത്തി. മനസ്സിലായ കാര്യം? ഇതുപോലെ ഇനി സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്ത 2 ടൈപ്പിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് സാധാരണ എക്സാമിന് വരാറുള്ളത്. ഫോക്കസോ ഡയറക്ട്രിക്സോ ഒക്കെ തരും, പരാബോളയുടെ ഇക്വേഷൻ കാണുക, അല്ലെങ്കിൽ പരാബോളയുടെ ഇക്വേഷൻ തരാം, അത് വെച്ച് ഫോക്കസോ ഡയറക്ട്രിക്സോ ഒക്കെ കാണുക. ഇങ്ങനെ 2 ടൈപ്പിൽ ഒന്നാണ് സാധാരണ എക്സാമിന് വരാറുള്ളത്. ഓക്കെ, അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ കോണിക് സെക്ഷനിലെ 2 ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞു, സർക്കിളും പരാബോളയും. ഇനി ഇതുപോലെ 2 കൂടെ ബാക്കിയുണ്ട്, എലിപ്സും ഹൈപ്പർബോളയും. എലിപ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ശരി, ഓക്കെ, താങ്ക് യു.